ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മളെ സോളിഡ് വർക്ക് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയൊരു കുട്ടി സ്പാനർ ഉണ്ടാക്കാം. സ്പാനർ വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഇതിൽ അറിയിച്ചാൽ മതി. നമ്മുടെ കാസ്റ്റ് സ്റ്റീൽ വെച്ചിട്ടുള്ളതാണ് നമ്മുടെ പുതിയ സ്പാനർ. ഒരു ഭാഗത്ത് റിംഗ് ഉണ്ട്, ഒരു ഭാഗത്ത് സ്പാനർ, സാധാ സ്പാനർ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്പാനർ. ഇത് എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കിയിട്ട് പറയാം. ഇനി നമുക്ക് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. വേറെ പണിയൊന്നുമില്ല. നമുക്ക് നേരെ ന്യൂ പാർട്ട് അമർത്താം. എന്നിട്ട് ഫ്രണ്ട് പ്ലെയിൻ, നമുക്കൊരു പ്ലെയിൻ വേണമല്ലോ. ചിത്രം വരയ്ക്കാൻ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ അല്ലേ നടക്കുള്ളൂ. അതിനൊരു ഫ്രണ്ട് പ്ലെയിൻ, അത് ബോർഡ് പോലെ തന്നെ, അത് എക്സ് ആക്സിസ് വൈ ആക്സിസ് അങ്ങനത്തെ ഒരു ബോർഡ്. നോർമൽ ടു സ്കെച്ച്, അതിൽ ആദ്യം ഒരു ലൈൻ പറഞ്ഞാൽ ഒരു വര വരയ്ക്കാം. അത് കൺസ്ട്രക്ഷൻ ലൈനിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കൺസ്ട്രക്ഷൻ ലൈനായി. ഇനി എലിപ്സ് അമർത്തുക. എലിപ്സ് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട്, ഒരു വിഷയമില്ല. ചെരിച്ചിട്ടൊരു എലിപ്സ്. ഓക്കെ, എലിപ്സ് വരച്ചിട്ട് 2 ലൈൻ വരയ്ക്കാം. അതും സെൻട്രൽ ലൈൻ ആയിട്ട് വരച്ചാൽ മതി. സൈഡിലേക്ക് ഒരു ലൈൻ, എന്നിട്ട് അവിടെ കണക്ട് ആക്കി വിടാം. ഓക്കെ, അഗൈൻ ഒരു സെൻട്രൽ ലൈൻ, ഈ പോയിന്റ് തൊട്ടിട്ട് ഈ പോയിന്റ് വരെ. ഓക്കെ, ഇപ്പൊ കറക്റ്റായിട്ട് ഒരു ഡ്രോയിങ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. ഈ പോയിന്റ് തൊട്ടിട്ട് ഈ പോയിന്റ് വരെ 50 mm. ഈ പോയിന്റ് തൊട്ടിട്ട് ഈ പോയിന്റ് വരെ 55 mm. ഓക്കെ, ഇനി ഒരു ലൈൻ വരയ്ക്കണം. Angle between these two lines 17 mm. ഓക്കെ, ഇനി ലൈൻ വരയ്ക്കാം. സെലക്ട് സ്മാർട്ട് ഡയമെൻഷൻ. ഈ ലൈൻ ചൂസ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ അല്ല, ഡിലീറ്റ്. ഈ ലൈൻ ചൂസ് ചെയ്യാം. പാരലൽ റിലേഷൻ, സ്മാർട്ട് ഡയമെൻഷൻ 20 mm. 2 ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് 12.5 mm. ഓക്കെ, ഇനി ഈ ലൈൻ ചൂസ് ചെയ്യാം. മിറർ അബൌട്ട് ഈ സെന്റർ ലൈൻ. ഓക്കെ, ഇനി 3 പോയിന്റ് ആർക്ക്. ഈ ലൈനും ദിസ് ലൈൻ. സെലക്ട്. ഓക്കെ കൊടുക്കാം. അതിന്റെ റേഡിയസ് 15 mm. ഓക്കെ, ഇനി ഈ എക്സസ് ആയിട്ടുള്ള ഈ ലൈൻ ട്രിം ചെയ്തുവിടാം. ഈ ലൈനും ഈ പോയിന്റും ട്രിം ചെയ്യാം. ഈ 2 ലൈനും ട്രിം. ഓക്കെ, ഇനി സർക്കിൾ ബാക്ക് സൈഡിലെ ഭാഗമാണ് സർക്കിൾ ചെയ്യാം. ഓക്കെ, സ്മാർട്ട് ഡയമെൻഷൻ 33 diameter.
hexagons, okay. അതിൻ്റെ സ്മാർട്ട് ഡയമെൻഷൻ വന്നിട്ട് രണ്ടെണ്ണത്തിൻ്റെയും 25 mm. Again hexagon, horizontal ആയിട്ട് select, select 25 mm. ഓക്കെ, ഇനി ട്രിം ചെയ്യാം. ഇതിന് ഇന്നർ പോർഷൻ ഒക്കെ ട്രിം ചെയ്ത് വിടാം. ട്രിം ഇതിനുള്ള എല്ലാം ട്രിം ചെയ്തിടാം. ട്രിം ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. എന്താ പറഞ്ഞാൽ അതിൽ ഇന്നർ പോർഷനൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു സ്റ്റാറിന്റെ ഡ്രോയിങ് പോലെ ആയിട്ടുണ്ട്. കുറേ ഷേപ്പുള്ളത്. ഓക്കെ എടുത്തിട്ട് സ്മാർട്ട് ഡയമെൻഷൻ സെന്റർ പോയിന്റ് തൊട്ടിട്ട് ഇതിന്റെ സെന്റർ പോയിന്റ് വരെ 240 mm. 240 mm. ഓക്കെ, ഇനി ലൈൻ ചൂസ് ചെയ്തിട്ട് ഇതിന്റെ വിഡ്ത്ത് ഓക്കെ, സെലക്ട്. ഈ ലൈൻ ചൂസ് ചെയ്യാം. ഹൊറിസോണ്ടൽ റിലേഷൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ലൈൻ 10 mm. ഈ ലൈൻ ചൂസ് ചെയ്തിട്ട് ഈ ലൈനും mirror about this center line. ഓക്കെ, ഇപ്പൊ ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രൂഡ് 3D ഷേപ്പ് മാറ്റണം. എക്സ്ട്രൂഡ് അമർത്തുക. എക്സ്ട്രൂഡിൽ ആദ്യം ഈ രണ്ട് പോർഷൻ ഓക്കെ, അതിനുശേഷം ഈ ബാക്കത്തെ റിങ്. ഓക്കെ, ബ്ലൈൻഡ് മാറ്റിയിട്ട് മിഡ് പ്ലെയിൻ ആക്കാം. മിഡ് പ്ലെയിന് 10 mm. ഓക്കെ, ഇനി അഗൈൻ സെയിം ഡ്രോയിങ് സെലക്ട് ചെയ്യാം. എക്സ്ട്രൂഡ് ഈ ഇന്നർ പോർഷൻ ബ്ലൈൻഡ് മാറ്റിയിട്ട് നേരെ മിഡ് പ്ലെയിൻ 6 mm ഓൺലി. ഓക്കെ, ഓക്കെ അമർത്താം. ഇപ്പൊ സ്പാനറിന്റെ ഏകദേശം ഷേപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് റിങ്, ഒരു ഭാഗത്ത്. ഓക്കെ, ഇനി ഫില്ലറ്റ് 3D ഫില്ലറ്റില് 13 mm ഒരു ഭാഗം. ഓക്കെ, ഇനി അടിഭാഗത്ത് ഓക്കെ 30 mm. ഓക്കെ കൊടുക്കാം. ഫില്ലറ്റും ആയിട്ടുണ്ട്. ഇനി അഗൈൻ 3D ഫില്ലറ്റ് 20 mm ബാക്ക് സൈഡത്തെ റിങ്ങില്. ഓക്കെ കൊടുക്കാം. ഫില്ലറ്റും ആയിട്ടുണ്ട്. ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, കൺവേർട്ട് എൻറ്റിറ്റി,
convert entity, offset entity, ഈ ഫേസ് സെലക്ട് ചെയ്യാം. സ്കെച്ച് കൺവേർട്ട് എൻറ്റിറ്റി, ഓഫ്സെറ്റ് എൻറ്റിറ്റിയിൽ discard. ഓക്കെ, കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി ഓക്കെ കൊടുക്കാം. ട്രിം ചെയ്യാം. ഈ പോർഷൻ നമുക്ക് ആവശ്യമില്ലാത്തതാണ്, അതുകൊണ്ട് അത് ട്രിം ചെയ്തിട്ട് ഓക്കെ കൊടുത്ത് ഫീച്ചേഴ്സിൽ പോയി എക്സ്ട്രൂഡ് കട്ട് 1 mm ഈ പോർഷൻ സെലക്ട് ചെയ്യാം. ഓൺലി 1 mm. ഓക്കെ ഓക്കെ നിർത്താം. അവിടെ കട്ടിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പ്ലെയിൻസ് ചൂസ് ചെയ്യാം. 3D മിറർ ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ഓക്കെ അമർത്താം. ഓക്കെ, 2 ഭാഗത്ത് അതിൻ്റെ കട്ടിങ് വന്നിട്ടുണ്ട്. ഫില്ലറ്റ് 3D ഫില്ലറ്റ് എടുക്കാം. 3 mm കോർണർ സെലക്ട് ചെയ്യാം. വൺ 4 സൈഡും ഉണ്ട്. സൈഡ് അമർത്താം. 4 സൈഡ് അമർത്തിയല്ലോ, സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഇനി ഫോർ കോർണേഴ്സ്, അതിനുശേഷം അഗൈൻ ഫിലേറ്റ് 1 mm ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, അഗൈൻ ഫിലേറ്റ് 1 mm ഈ ഫേസും ഈ ഫേസും. ഓക്കെ, വൺ mm ഈ കോർണർ, ദിസ് കോർണർ. ഓക്കെ, നമ്മുടെ ഏകദേശമുള്ള സ്പാനറിന്റെ എല്ലാ ഭാഗവും കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് ലൈൻ, ഓക്കെ, സെലക്ട് ചെയ്തിട്ട് ടെമ്പററി ലൈൻ ടെസ്റ്റ് എടുക്കുക. ലൈൻ ചൂസ് ചെയ്യാം. ഈ ലൈൻ ഇവിടെ നമുക്ക് ഡിജിറ്റൽമലയാളം സെന്റർ പോർഷനിൽ ഫോണ്ട് മാറ്റി കൊടുക്കാം. ഹൺഡ്രഡ് mm വേണ്ട, കൂടിപ്പോയി. 50 അതും കൂടി. 30 26
Okay. Features extrude cut through all കൊടുക്കാം തൽക്കാലം. Okay. Blind 1 mm. Okay. ഇനി ഇതിന്റെ അപ്പിയറൻസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പിയറൻസിൽ മെറ്റലില് ഗോൾഡ്, സിൽവർ, ടൈറ്റാനിയം, സ്റ്റീലില് കാസ്റ്റ്, ഓക്കെ, കാസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എടുക്കാം. ഓക്കെ, അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ സ്പാനർ കാസ്റ്റ് അയണുള്ളതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ കാസ്റ്റ് അയൺ ഉപയോഗിച്ചിട്ട് റിംഗ് സ്പാനർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇത് കുറച്ച് ലെങ്ത് കൂടിയുണ്ടെന്ന് എനിക്കറിയാം. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.